കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വ്യാപാരികളും കച്ചവടക്കാരും. പുതിയ കെട്ടിട സമുച്ചയത്തിൽ കടമുറികൾ അനുവദിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പുരോഗമിക്കുമ്പോൾ മാർച്ച് നടത്തിയാണ് വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചത്. അതേസമയം പ്രതിഷേധം എന്തിനെന്നറിയില്ല എന്നും വ്യാപാരികളുമായി നിരവധി തവണ ചർച്ച നടത്തിയതാണെന്നും കോർപ്പറേഷൻ വിശദീകരിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിലധികമായി പാളയത്തെ കച്ചവടക്കാരും വ്യാപാരികളെല്ലാം തന്നെ സമരത്തിലാണ്. കല്ലുത്താൻ കടവിലേക്ക് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനെതിരെയാണ് വ്യാപാരികളുടെ ആവശ്യം. കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കി ആ മാർക്കറ്റ് അവിടെ തന്നെ നിലനിർത്തണം എന്നതാണ്. കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് വ്യാപാരികൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. കടമുറികൾ വ്യാപാരികൾക്ക് നൽകുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധ മാർച്ചുമായി ഇവരെത്തിയത്. ഈ മാസം 8-ന് വ്യാപാരികളും കുടുംബങ്ങളും കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും. 8-ാം തീയതി നമ്മളെ മാർക്കറ്റിലെ തൊഴിലാളികളെയും കച്ചവടക്കാരും ഗൂഡ്സ് മേഖലയിലെ കച്ചവടക്കാരും അനുബന്ധ മേഖലയിലെ കച്ചവടക്കാരും തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളടക്കം ബഹുജന മാർച്ചാണ് 8-ാം തീയതി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് നടത്താൻ പോകുന്നത്. അതേസമയം പ്രതിഷേധം എന്തിനെന്നറിയില്ലെന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. വ്യാപാരികളുമായി പലതവണ ചർച്ച നടത്തിയതാണ്. മാർക്കറ്റ് മാറാൻ പാടില്ല എന്ന ഡിമാൻഡ് ബഹുമാനപ്പെട്ട മേയർക്കോ എനിക്കോ കൗൺസിലിനോ എടുക്കാൻ കഴിയില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാം. 25-30 വർഷം മുമ്പേ കൗൺസിൽ അംഗീകരിച്ച ഒരു പദ്ധതിയാണ് അന്തിമഘട്ടത്തിൽ നിൽക്കുന്നത്. അത് പൂർത്തീകരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പെയാണ് മാർക്കറ്റ് മാറ്റം പാടില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതൊരു തെറ്റായ പ്രവണതയാണ്. ഈ മാസം 3-ാം വാരമായിരിക്കും കല്ലുത്താൻ കടവിലെ മാർക്കറ്റ് തുറന്നു കൊടുക്കുക. മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അവസാന ജോലികളാണ് പുരോഗമിക്കുന്നത്. കോർപ്പറേഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തന്നെ പ്രതിഷേധം ശക്തമാക്കാനാണ് വ്യാപാരികളുടെയും കച്ചവടക്കാരുടെയും തീരുമാനം. അബിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പാളയത്തെ മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ കഴിഞ്ഞ 15 വർഷമായി സമരത്തിലാണ് വ്യാപാരികളും കച്ചവടക്കാരും. കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള ജോലികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെ വ്യാപാരികൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാവുന്നുണ്ട്, അതിലേക്ക്. ഞങ്ങൾ അവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് എന്തായാലും പാളയം പച്ചക്കറി മാർക്കറ്റ് അതിൻ്റെ ബാക്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അത് ഒന്നും കൂടി കയറ്റി എടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ പച്ചക്കറി മാർക്കറ്റ് നിൽക്കുന്ന അതേ സ്പേസിൽ മാത്രം ഞങ്ങൾക്ക് മതി. ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് വരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകും. 8-ാം തീയതി നടക്കുന്ന നമ്മുടെ കച്ചവടക്കാരും തൊഴിലാളികളും അവരുടെ കുടുംബസമേതം വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക. ഇത് നേടിയെടുക്കുന്നത് വരെ ഏതറ്റം വരെ ഞങ്ങൾ മരിക്കാനാണെങ്കിൽ മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് ഭരണം അട്ടിമറിക്കാനോ ഒന്നും നമ്മളെ വയറ്റ് പ്രശ്നമാണ്, നമ്മളെ മക്കളെ പ്രശ്നമാണ്. ഞങ്ങളെ ആവശ്യങ്ങൾ ഇതുവരെ കോർപ്പറേഷൻ ഭരണാധികാരികൾ കേട്ടിട്ടില്ല. പച്ചക്കറി മാർക്കറ്റിലെ മുഴുവൻ കച്ചവടക്കാർ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ. ഈ സംഘടന ഇന്നേ വരെ ഭരണാധികാരികൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുന്നത്. ഈ കോർഡിനേഷൻ കമ്മിറ്റിയും ഭരണാധികാരികളായിട്ട് ചർച്ച നടത്തിയിട്ട് പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.